السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين، والصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين. أما بعد، اتقوا الله عباد الله. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. قال فمن ربكما يا موسى؟ قال ربنا الذي أعطى كل شيء خلقه ثم هدى. قال فما بال القرون الأولى؟ قال علمها عند ربي في كتاب لا يضل ربي ولا ينسى. الذي جعل لكم الأرض مهدا وسلك لكم فيها سبلا وأنزل من السماء فأخرجنا به أزواجا من نبات شتى كلوا وارعوا أنعامكم إن في ذلك لآيات لأولي النهى. قال ربنا الذي أعطى كل شيء خلقه ثم هدى. قال فما بال القرون الأولى؟ قال علمها عند ربي في كتاب لا يضل ربي ولا ينسى. الذي جعل لكم الأرض مهدا وسلك لكم فيها سبلا وأنزل من السماء ماء فأخرجنا به أزواجا من نبات شتى. ഏറെ ആദരണീയരായ സഹോദരി സഹോദരങ്ങളെ, പരിശുദ്ധ ഖുർആൻ പഠിതാക്കളെ, അള്ളാഹുവിന്റെ രക്ഷയും കാരുണ്യവും അവന്റെ അനുഗ്രഹവും ബർക്കത്തും നമ്മിലെല്ലാവരിലും സദാസമയവും ഉണ്ടാകുമാറാകട്ടെ. അവന്റെ കാവലും അവന്റെ തുണയും അവന്റെ സംരക്ഷണവും നമ്മുടെ ജീവിതത്തിലുടനീളവും നാളെ പരലോകത്തിലും നമുക്കെല്ലാവർക്കും ലഭ്യമാകുമാറാകട്ടെ എന്ന് ആദ്യം ആമുഖമായി പ്രാർത്ഥിക്കുകയാണ്. സഹോദരി സഹോദരങ്ങളെ, കഴിഞ്ഞ ദിവസം നമ്മൾ സംസാരിച്ചത് മൂസാ നബി അലൈഹിസ്സലാം ഫറോവയുടെ അടുക്കൽ ചെന്ന് ഫറോവയെ വിട്ടുതരണം, ബനു ഇസ്രായേലിനെ വിട്ടുതരണം എന്ന ആവശ്യം ഫറോവയോട് ഉന്നയിക്കുന്നു. ഞങ്ങൾ അള്ളാഹുവിൽ നിന്നുള്ള പ്രവാചകന്മാരാണ്, കൃത്യമായ തെളിവുകളുമായിട്ടാണ് ഞങ്ങൾ വന്നിരിക്കുന്നത്. ഈ നിർദ്ദേശം അംഗീകരിച്ചാൽ രക്ഷയുണ്ടാകും, സമാധാനമുണ്ടാകും. അതല്ലെങ്കിൽ കടുത്ത ശിക്ഷയാണ് ഏൽക്കേണ്ടി വരിക എന്നിങ്ങനെയുള്ള കാര്യങ്ങളാണ് മൂസാ നബി അലൈഹിസ്സലാം അവതരിപ്പിച്ചത്. ആ ഭാഗമാണ് നമ്മൾ കേട്ടത്. അങ്ങനെ ഒരു കാര്യം ഉന്നയിച്ചപ്പോ അതിന് മറുപടിയായിക്കൊണ്ട് ഫറോവ മൂസാ നബിയോട് ചോദിക്കുന്നു, മൂസ, ആരാണ് നിന്റെ രക്ഷിതാവ്? ഫമർ റബ്ബുക്കുമാ യാ മൂസ, നീ പറയുന്ന റബ്ബ്, നിങ്ങൾ രണ്ടുപേരുടെയും റബ്ബ് ആരാണ്, രക്ഷിതാവ് ആരാണ് എന്ന് ചോദിക്കുമ്പോ അതിന് മൂസാ നബി അലൈഹിസ്സലാം നൽകുന്ന വളരെ ഗംഭീരമായ ഒരു മറുപടിയെ സംബന്ധിച്ചാണ് നമ്മൾ പറഞ്ഞു തുടങ്ങിയിരുന്നത്. അതെന്തായിരുന്നു? قال ربنا الذي أعطى كل شيء خلقه ثم هدى. ഓരോ വസ്തുവിന് സൃഷ്ടിച്ച് അതിന്റെ പ്രകൃതം നൽകി എന്നിട്ട് അതിന് വഴി കാണിക്കുകയും ചെയ്തവൻ ആരാണോ
അവനാണ് ഞങ്ങളുടെ രക്ഷിതാവ് എന്ന് മൂസാ നബി അലൈഹിസ്സലാം പറഞ്ഞു എന്നാണ്. ഓരോന്നിനെ സൃഷ്ടിച്ചു, ഓരോന്നിനെയും സൃഷ്ടിച്ചിട്ട് അതിന്റെ ഇറ്റ് ഈസ് ഫോം ആൻഡ് നാച്ചുറൽ എന്നാണ്. അതിന്റെ ഒരു രൂപവും ശൈലിയും പ്രകൃതവും ഒക്കെ അതിന് നൽകി. മാത്രമല്ല അതിന്റെ മുന്നോട്ടുള്ള കാര്യങ്ങൾ എന്താണ്, എങ്ങനെയാണ് ജീവിക്കേണ്ടത്, ആൻഡ് ഫർദർ ഗേവ് ഇറ്റ് ഗൈഡൻസ് എന്നാണ് ഇംഗ്ലീഷിൽ അതിന് അർത്ഥം കൊടുത്തതായിട്ട് കാണാം. മുന്നോട്ടുള്ള ജീവിതത്തിന്റെ വഴികൾ എന്താണ് എന്ന് ഓരോന്നിനും ഇന്നത് എന്ന് പറഞ്ഞില്ല. ഏത് അള്ളാഹു സൃഷ്ടിച്ച ഏത് ജീവജാലങ്ങൾക്കും ഉള്ള രണ്ട് പ്രധാന സംഗതികളാണ് ഇവിടെ മൂസാ നബി അലൈഹി ഇസ്ലാം എടുത്തു പറഞ്ഞത്. അത് നമ്മൾ പറഞ്ഞു പോയി. കേവലം 9 പദങ്ങളോ 41 അക്ഷരങ്ങളുള്ള ഒരു മറുപടി. അതിന്റെ മുമ്പിൽ മറ്റൊന്നും ചോദിക്കാനോ പറയാനോ സാധ്യമാകാതെ ഫറോവ ഉത്തരം മുട്ടുകയും എന്നിട്ട് മറ്റൊരു ചോദ്യത്തിലേക്ക് തിരിഞ്ഞു പോവുകയും ചെയ്യുന്നുണ്ട്. എന്താണ് ഇങ്ങനെ ഫറോവയെ മുട്ടിമുട്ടിച്ച ഈ ഗംഭീരമായ ഈ മറുപടിയിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്? ഞാൻ പറഞ്ഞു, നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു ജീവിയെ എടുത്ത് പഠനം നടത്തിയിട്ട് അതിനുള്ള ഈ ഹൽക്കും ഹദയും ഒന്ന് വിശദീകരിക്കാൻ സാധിക്കണമെങ്കിൽ നല്ലതായിരുന്നു എന്ന് സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു. എന്തായിരുന്നാൽ നിങ്ങൾക്കറിയാം, നിങ്ങൾ നോക്കിയിട്ടുണ്ടാകും, പല സംഗതികളെ സംബന്ധിച്ച് നിങ്ങൾ പഠനം നടത്തിയിട്ടുണ്ടാകും, നിങ്ങൾ പഠനം നടത്തിയവരാണ്. പറഞ്ഞിട്ടില്ലെങ്കിലും മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. എന്നിരുന്നാലും 1-2 കാര്യങ്ങൾ ഇവിടെ സൂചിപ്പിക്കുകയാണ്. അള്ളാഹുവിന്റെ സൃഷ്ടിയെ സംബന്ധിച്ചാണ് ആദ്യം പറഞ്ഞത്, ഖൽഖഹു എന്ന പറഞ്ഞത്. പടച്ചോന്റെ സൃഷ്ടിപ്പിനെ സംബന്ധിച്ച് അള്ളാഹു ഇവിടെ എടുത്തു പറഞ്ഞിരിക്കുന്ന, ഖുർആനിലൂടെ എടുത്തു പറഞ്ഞിരിക്കുന്ന വിഷയങ്ങൾ നമ്മൾ പരിശോധിച്ച് നോക്കുമ്പോ ആകാശമെന്ന വലിയൊരു സൃഷ്ടിയെ സംബന്ധിച്ച് അള്ളാഹു സൂചിപ്പിക്കുന്നുണ്ട്. ആ സൃഷ്ടിയെ നിങ്ങളൊന്ന് പരിശോധിച്ചു നോക്കൂ. എന്തെങ്കിലും കുറവുണ്ടോ, എന്തെങ്കിലും ന്യൂനതകളുണ്ടോ, എവിടെയെങ്കിലും പൊട്ടും പൊളിയും നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നുണ്ടോ എന്ന് നിങ്ങൾ നോക്കൂ എന്ന്. الذي خلق 7 سماوات طباقا ما ترى في خلق الرحمن من تفاوت فارجع البصر هل ترى من فطور ثم ارجع البصر كرتين ينقلب إليك البصر خاسئا وهو حسير. സൂറത്തുൽ മുൽക്കിൽ നമ്മൾ പഠിച്ചതാണ്. 7 ആകാശങ്ങളെ തട്ടുതട്ടുകളായി സൃഷ്ടിച്ച റബ്ബ്, നിങ്ങൾ അതിലെന്തെങ്കിലും തരത്തിലുള്ള ഏറ്റക്കുറച്ചിലുകൾ, തഫാവുത്ത് കാണാൻ സാധിക്കുന്നുണ്ടോ, ഫുത്തൂർ കാണാൻ സാധിക്കുന്നുണ്ടോ, എന്തെങ്കിലും വിടവുകളോ ഏറ്റക്കുറച്ചിലുകളോ? നിങ്ങൾ ഒരുപാട് തവണ തിരിച്ചും മറിച്ചും നോക്കിയാലും വീണ്ടും വീണ്ടും നിങ്ങളുടെ കഴിവുകൾ ഉപയോഗപ്പെടുത്തി എത്രയും ഗംഭീരമായ നിങ്ങളുടെ കാഴ്ച ശക്തികൾ നിങ്ങൾ ഉപയോഗപ്പെടുത്തിയാലും നിങ്ങൾക്ക് അവിടെ ഒന്നും കാണാൻ സാധിക്കില്ല എന്ന് ആകാശങ്ങളുടെ സൃഷ്ടിയെ എടുത്തു പറഞ്ഞിട്ട് അള്ളാഹു സൂചിപ്പിക്കുന്നുണ്ട്. മനുഷ്യന്റെ സൃഷ്ടിപ്പിനെ സംബന്ധിച്ച് പറഞ്ഞു, അല്ലദീ അഹ്സന കുല്ല ശൈഇൻ ഖൽഖഹു വബദാ ഖൽഖൽ ഇൻസാനി മിൻ തീൻ. മനുഷ്യനെ സൃഷ്ടിച്ചിരിക്കുന്നത് തീനിൽ നിന്നാണ്, കളിമണ്ണിൽ നിന്നാണ്. അതോടൊപ്പം അള്ളാഹു ചേർത്ത് പറഞ്ഞ ഒരു കാര്യം, അല്ലദീ അഹ്സന കുല്ല ശൈഇൻ ഖൽഖഹു എന്ന. എല്ലാ സംഗതികളെയും ഏറ്റവും നന്നായി സൃഷ്ടിച്ചവനാണ് അള്ളാഹു. ഓരോന്നിനെയും, ഒരു ഉറുമ്പിനെ അതിനേറ്റവും നന്നായി, അതിനെ എങ്ങനെയാണോ സൃഷ്ടിക്കേണ്ടത് ആ രൂപത്തിലാണ് അതിന്റെ സൃഷ്ടിപ്പ്. ഒരു ആനയെ എങ്ങനെയാണോ സൃഷ്ടിക്കേണ്ടത് അതിന്റെ രൂപത്തിലാണ്, ഏറ്റവും നല്ല രൂപത്തിലാണ് അതിന്റെ സൃഷ്ടിപ്പുള്ളത്. ഓരോന്നിനും അതെങ്ങനെ സൃഷ്ടിക്കണം, അതിന്റെ ഏറ്റവും നല്ല രൂപത്തിലാണ് അള്ളാഹു സൃഷ്ടി നൽകിയിരിക്കുന്നത് എന്ന്. സൃഷ്ടിപ്പിന്റെ കൃത്യതയെ സംബന്ധിച്ച്, അതിന്റെ വൈദഗ്ധ്യത്തെ സംബന്ധിച്ചൊക്കെ സൂചിപ്പിക്കുന്ന ആയത്തുകളുണ്ട് ഖുർആനിൽ. സുബ്ഹാനല്ലാഹില്ലദീ അത്ഖന കുല്ല ശൈഇൻ. എല്ലാറ്റിനെയും അത്ഖന ഏറ്റവും സൂക്ഷ്മമായി
വളരെ വൈദഗ്ധ്യത്തോടു കൂടിയിട്ടാണ് ഓരോ സംഗതിയെയും അള്ളാഹു സൃഷ്ടിച്ചിരിക്കുന്നത് എന്ന് പറയുന്നു. അതേപോലെ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ് മനുഷ്യന്റെ സൃഷ്ടിപ്പിനെ സംബന്ധിച്ച് പ്രത്യേകം പറയുന്നിടത്ത് ലഖദ് ഖലഖനൽ ഇൻസാന ഫീ അഹ്സനി തഖ്വീം. മനുഷ്യനെ സൃഷ്ടിച്ചിരിക്കുന്നത് ഏറ്റവും നല്ല സൗന്ദര്യം, ഏറ്റവും നല്ല രൂപം, ഏറ്റവും നല്ല ശൈലി, അങ്ങനെയാണ് മനുഷ്യന്റെ സൃഷ്ടിപ്പുള്ളത്. സൃഷ്ടിയെ സംബന്ധിച്ച് സൃഷ്ടിച്ച സംഗതികളെ ആകാശമാണെങ്കിലും അതേപോലെ ചെറിയ ചെറിയ മറ്റേതെങ്കിലും തരത്തിലുള്ള സൃഷ്ടികളാണെങ്കിലും ഇനി മനുഷ്യന്റെ കഥയെടുത്ത് പരിശോധിച്ച് നോക്കുകയാണെങ്കിലും ഒക്കെ അള്ളാഹു പ്രത്യേകം ആ സൃഷ്ടിയുടെ ഏറ്റവും മഹാത്മ്യത്തെ സംബന്ധിച്ചൊക്കെ സൂചിപ്പിച്ചിട്ടുണ്ട് എന്നാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഈ പ്രപഞ്ചത്തിലെ ഓരോ വസ്തുവിനും അതിൻ്റെതായ സവിശേഷമായ ഒരു ഘടനയും രൂപവുമുണ്ട്, ഇല്ലേ? ഒരു അണു മുതൽ വിമാകാരമായ നക്ഷത്രങ്ങൾ വരെ ഓരോന്നിനും അതിന്റെ ധർമ്മം നിർവഹിക്കാൻ അനുയോജ്യമായ രീതിയിലാണ് അതിനെ സൃഷ്ടിച്ചിരിക്കുന്നത്. ഉദാഹരണത്തിന് ചിറകുകളുള്ള ജീവികളുണ്ട് ഇവിടെ. പക്ഷികൾക്ക് ചിറകുകളുണ്ട്, മത്സ്യങ്ങൾക്ക് ചിറകുകളുണ്ട്. ഒരു പക്ഷിക്ക് പറക്കാൻ ചിറകുകളും മത്സ്യത്തിന് നീന്താൻ ചിറകുകളും അള്ളാഹു നൽകിയത് നമ്മൾ പരിശോധിക്കുമ്പോൾ അതിന് പറക്കാൻ ആവശ്യമായ ചിറകാണ് പക്ഷികൾക്കുള്ളത്, നീന്താൻ ആവശ്യമായ ചിറകുകളാണ് മത്സ്യങ്ങൾക്കുള്ളത്. ഇങ്ങനെ നമുക്ക് ആ സൃഷ്ടിപ്പിന്റെ പ്രത്യേകതയെ മനസ്സിലാക്കാം. ബാഹ്യരൂപം മാത്രല്ല, പുറമേയുള്ള സംഗതികൾ മാത്രല്ല, അതിന്റെ ആന്തരികമായ സ്വഭാവം കൂടെ നമ്മൾ പരിശോധിച്ചാൽ തേനീച്ച തേൻ ശേഖരിക്കുന്നത്, ചിലന്തി വല കെട്ടുന്നത്, സൂര്യൻ പ്രകാശം നൽകുന്നത്, ഇതൊക്കെ പടച്ചവന്റെ ആ സൃഷ്ടിപ്പിന്റെ ഭാഗമായിട്ടുള്ള ഒരു സംഗതിയാണ്. ഓരോ സൃഷ്ടിക്കും അതിന്റെ നിലനിൽപ്പിനും അതിന്റെ ധർമ്മ നിർവഹണത്തിനും അതിന്റെ ഒരു ഉത്തരവാദിത്വമുണ്ട്. അത് നിർവഹിക്കുന്നതിനും ആവശ്യമായതെല്ലാം നൽകിയിട്ടുണ്ട്. ഒന്നിനും ഒരു കുറവുമില്ല, ഒന്നിനും യാതൊരു തരത്തിലുള്ള കുറവുമില്ലാതെ ഏറ്റവും അനുയോജ്യമായ ഒരു അവസ്ഥയിലാണ് ഓരോന്നിനെയും അള്ളാഹു സൃഷ്ടിച്ചിരിക്കുന്നത് എന്ന് കാണാൻ സാധിക്കുന്നു. ഇതാണ് മൂസാ നബി അലൈഹി ഇസ്ലാം അവിടെ എടുത്തുന്ന ഖൽഖഹു എന്നത്, ഓരോന്നിനും അതിന്റെ സൃഷ്ടി നൽകി എന്ന്. പിന്നെ അതിന്റെ കൂടെ ചേർത്തി പറഞ്ഞത് എന്താ? സുബ്ബഹദ, പിന്നീട് അതിന് മാർഗദർശനം നൽകി. സൃഷ്ടിക്കുക മാത്രമല്ല, ഓരോന്നിനും അതിന്റെ ജീവിതം എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണമെന്ന്, ഓരോന്നിനും അതിന്റെ ജീവിതം എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണമെന്നുള്ളതിനെ സംബന്ധിച്ചുള്ള മാർഗദർശനവും അള്ളാഹു നൽകിയിട്ടുണ്ട്. ജീവികളെ എടുത്ത് പരിശോധിച്ച് നോക്കുകയാണെങ്കിൽ മൃഗങ്ങൾ ഇര തേടുന്നു, അവ പ്രത്യുൽപാദനം നടത്തുന്നു, പ്രജനനം നടത്തുന്നു, കുഞ്ഞുങ്ങളെ പരിപാലിക്കുന്നു. കാലാവസ്ഥ മാറ്റങ്ങൾക്കനുസരിച്ച് ഒരുപാട് പക്ഷികളൊക്കെ ദേശാടനം നടത്തുന്നു. ഇതൊക്കെ ഈ സഹജമായ മാർഗദർശനങ്ങളുടെ ഉദാഹരണങ്ങളാണ്. ഈ അതാ എന്ന് പറയുന്ന സഹജമായ ഒരു മാർഗദർശനം ഓരോ ജീവജാലത്തിലും. ഒരു കോഴിക്കുഞ്ഞ് അത് മുട്ട വിരിഞ്ഞ ഉടൻ തന്നെ ഭക്ഷണം കൊത്തിപ്പറുക്കാൻ അതിനറിയാം. അത് അള്ളാഹു നൽകിയ ഈ ഒരു ഹിദായത്തിന്റെ, ഈ ഒരു മാർഗദർശനത്തിന്റെ അടിസ്ഥാനത്തിലാണ് അങ്ങനെ ചെയ്യുന്നത്. സസ്യങ്ങളെ പരിശോധിച്ച് നോക്കുകയാണെങ്കിൽ അവയുടെ വേരുകൾ വെള്ളം തേടി ഭൂമിക്ക് താഴോട്ട് പോകുമ്പോ അതിന്റെ കാണ്ഡം പ്രകാശം തേടി മുകളിലോട്ട് വരുന്നതായിട്ട് കാണാൻ സാധിക്കും. സസ്യങ്ങളുടെ വേരുകൾ വെള്ളവും ഭക്ഷണവും തേടി താഴോട്ട് പോകുമ്പോ അതിന്റെ കാണ്ഡം മുകളിലോട്ട് വന്ന് അതിൽ ഇലകളുണ്ടായി മുകളിൽ നിന്ന് അത് പ്രകാശം തേടുന്നതായിട്ട് അതിനുള്ള മാർഗദർശനം അതിന് കിട്ടിയിട്ടുണ്ട്. അങ്ങനെയാണ് അത് വളരുന്നത്. ഇനി നിർജീവമായ വസ്തുക്കളുടെ അവസ്ഥ എന്താണ്? പ്രപഞ്ച നിയമങ്ങൾക്കനുസരിച്ച്, അഥവാ നമ്മൾ സാധാരണ പറയുന്ന ഗുരുത്വാകർഷണം എന്ന് പറയുന്നു, ഇതനുസരിച്ചാണ് ഇങ്ങനെയുള്ള ഒരു ഹിദായത്ത് അനുസരിച്ചാണ് ഇവിടെ ഈ പ്രപഞ്ചത്തിലുള്ള ചലനം നടക്കുന്നത്. ഗ്രഹങ്ങൾ ഓരോന്നും സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നു. ഇതൊക്കെ ദൈവികമായ ഒരു മാർഗദർശനം എന്ന് പറയുന്ന ഇതിന്റെ ഭാഗമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന വിഷയങ്ങൾ. അപ്പോൾ നമ്മൾ ജീവികളെ പരിശോധിച്ചാൽ
സസ്യങ്ങളെ പരിശോധിച്ചാൽ, നിർജീവ വസ്തുക്കളെ പരിശോധിച്ചാൽ അവക്ക് അള്ളാഹു നൽകിയ ഒരു സൃഷ്ടിപ്പുണ്ട്. ആ സൃഷ്ടിപ്പോടുകൂടി അതിനുള്ള ആ പ്രകൃതത്തോടൊപ്പം തന്നെ അവക്ക് നൽകിയ എങ്ങനെ മുന്നോട്ട് പോകണം എന്നതിനെ സംബന്ധിച്ച് അള്ളാഹു നൽകിയ ആ ഒരു ഹിദായത്താണ്, ആ ഒരു മാർഗദർശനത്തെ സംബന്ധിച്ചാണ് മൂസാ നബി അലൈഹി ഇസ്ലാം ഇവിടെ സംസാരിക്കുന്നത്. ഭൗതികം, അതേപോലെ ബുദ്ധിപരമായിട്ടും പ്രവാചകത്വപരവുമായിട്ടുള്ള ഒരു മാർഗദർശനം മനുഷ്യർക്ക് കിട്ടുന്നുണ്ട്. ഇതിനൊക്കെ പുറമെ ഈ ഇതിനേക്കാൾ ഉപരിയായി പ്രവാചകന്മാരിലൂടെ അള്ളാഹു മാർഗദർശനം നൽകുന്നുണ്ട്. അതിനും ഹിദായത്ത് തന്നെയാണ് നമ്മൾ പറയാറുള്ളത്. ആ ഹിദായത്ത് ആണ് മനുഷ്യന്റെ ജീവിതത്തിലെ വിജയത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട അതിനുള്ള കാരണം. അത്തരത്തിലുള്ള ഹിദായത്തും അള്ളാഹു ഈ പ്രപഞ്ചത്തിൽ സംവിധാനിച്ചു കഴിഞ്ഞിട്ടുണ്ട്. അത് പ്രവാചകന്മാരിലൂടെ, അള്ളാഹുവിന്റെ വിശുദ്ധമായ ഗ്രന്ഥങ്ങളിലൂടെ ഒക്കെയാണ് അള്ളാഹു ഈ ഹിദായത്ത് നൽകുന്നത്. മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം സഹജമായ ഈ ഒരു മാർഗദർശനത്തിന് പുറമെ അവന് ജന്മനായുള്ള ചില മാർഗദർശനങ്ങളുണ്ട്. അതിനൊക്കെ പുറമെ മനുഷ്യനെ ചിന്തിക്കാനും വിവേചിച്ചറിയാനുള്ള കഴിവ് ബുദ്ധിയും വേറെയും നൽകി. മനുഷ്യൻ എന്തെല്ലാം തരത്തിലുള്ള ഹിദായത്താണ് നൽകിയിരിക്കുന്നത് എന്ന് നോക്കൂ. ജന്മനിൽ തന്നെ അവന് കിട്ടുന്ന ചില അറിവുകളുണ്ട്, ചില ഹിദായത്തുകളുണ്ട്. അവന്റെ ബുദ്ധിയും ചിന്തയും ഒക്കെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ചിന്തിക്കാനും വിവേചിച്ചറിയാനുള്ള കഴിവ് അള്ളാഹു നൽകിയിട്ടുണ്ട്. അതോടൊപ്പം പ്രവാചകന്മാരെ നിയോഗിച്ചുകൊണ്ട് അവരിലൂടെ പ്രത്യേകമായ അറിവുകൾ, പ്രത്യേകമായ ഹിദായത്തുകളും മനുഷ്യരെ അള്ളാഹു പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പൊ മനുഷ്യന് ലഭിക്കുന്ന ഹിദായത്താണ് ഏറ്റവും വലിയ അത് എന്ന് ഒരുപക്ഷെ ഈ കാര്യങ്ങൾ മുന്നിൽ വെച്ചുകൊണ്ട് നമുക്ക് പറയാൻ സാധിക്കുന്നതാണ്. സഹീഹ് മുസ്ലിമിൽ വന്ന ഒരു ഹദീസ് ഉണ്ട്. കുല്ലു ശൈഇൻ ബിഖദർ ഹത്തൽ അജ്സി വൽ കൈസ്, കുല്ലു ശൈഇൻ ബിഖദർ ഹത്തൽ അജ്സി വൽ കൈസ്. എല്ലാ കാര്യങ്ങളും ഖദർ അഥവാ വിധി അനുസരിച്ചാണ്. ബലഹീനതയും സാമർഥ്യവും പോലും ഓരോന്നിനും അത് ബലഹീനതയെ സംബന്ധിച്ച് ഒരു മനുഷ്യൻ ബലഹീനനാകുന്നത് അല്ലെങ്കിൽ അവൻ സാമർഥ്യം കാണിക്കുന്നത് അതുപോലും കൃത്യമായ അള്ളാഹുവിന്റെ ഒരു നിശ്ചയപ്രകാരമാണ് ഇവിടെ നടക്കുന്നത് എന്ന് പറയുന്ന ഹദീസ് കാണാൻ സാധിക്കുന്നതാണ്. അപ്പൊ ഇവിടെ ഫറോവയോടുള്ള മറുപടിയാണല്ലോ. ഈ മറുപടിയിലെ, ഈ പദങ്ങളിലെ, ഈ വാചക ഘടനയിലെ എത്രമാത്രം സൂക്ഷ്മതയോടുകൂടിയാണ് മൂസാ നബി അലൈഹി ഇസ്ലാം ഇതിനെ ഉപയോഗിക്കുന്നത് എന്ന് നമ്മൾ നോക്കൂ. ഫറോവ ചോദിച്ചത് എന്താ? നിങ്ങളുടെ റബ്ബ് ആരാണ് എന്നാണ്. അതിനെന്താ മറുപടി പറയാ? അതിന്റെ പേര് പറഞ്ഞാൽ പോരെ. ഞങ്ങൾ അള്ളാഹു എന്ന് ആണ് പറയാറുള്ളത്, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും പേരിലാണ് അറിയപ്പെടുക എന്നങ്ങനെ ഒന്നോ രണ്ടോ പദങ്ങളിൽ അങ്ങനെ പരിചയപ്പെടുത്തുക എന്നതിനേക്കാൾ ഉപരി മൂസാ നബി അലൈഹി സ്വലാം നൽകിയ മറുപടി അങ്ങനെ ഒരു പേരോ വിവരണമോ മാത്രമായിരുന്നില്ല. മറിച്ച് അള്ളാഹുവിന്റെ പ്രവർത്തനങ്ങളിലൂടെ അവന്റെ റുബൂബിയത്ത്, അള്ളാഹുവിന്റെ രക്ഷാധികാരം സ്ഥാപിക്കുക എന്ന കാര്യമാണ് മൂസാ നബി അലൈഹി സ്വലാം അവിടെ നിർവഹിച്ചത്. ഞങ്ങളുടെ റബ്ബ് എന്നും കൂടെ അദ്ദേഹം കൂട്ടത്തിൽ പറഞ്ഞു. അങ്ങനെ പറയുന്നതിലൂടെ തന്റെയും ഹാറൂൻ നബിയുടെയും മാത്രമല്ല ഫറോവ ഉൾപ്പെടെ സർവചരാചരങ്ങളുടെയും റബ്ബ് ആണ് ഞങ്ങൾ പരിചയപ്പെടുത്തുന്ന അള്ളാഹു എന്നാണ് അദ്ദേഹം ഇവിടെ സമർത്ഥിക്കുന്നത്. അങ്ങനെ നമ്മള് ഈ ആയത്തിന്റെ ഓരോ വശങ്ങളെയും അങ്ങനെ കൃത്യമായി വിശദീകരിച്ചു പോകുമ്പോൾ നമുക്ക് സമയം ഉണ്ടാവില്ല. ഈ പ്രപഞ്ചത്തിലെ ഓരോ ചെറിയ കാര്യത്തിനും കാണുന്ന വ്യവസ്ഥയും മാർഗദർശനവും ഒക്കെ മൂസാ നബി അലൈഹി ഇസ്ലാം ഇവിടെ ചൂണ്ടിക്കാട്ടിയിട്ട് ഇതെല്ലാം ചെയ്തവനല്ലാതെ മറ്റാർക്കാണ് റബ്ബാകാൻ യോഗ്യത എന്ന ഒരു പരോക്ഷമായ ചോദ്യം കൂടെ അദ്ദേഹം ഇവിടെ ഉയർത്തുകയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക. ശരി, അപ്പൊ ഇവിടെ ഈ ആയത്തിൽ നമ്മൾ കാണുന്ന പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് ഈ ഹിദായത്ത് മാർഗദർശനം നൽകി എന്ന പദം എന്ന് നമ്മൾ മനസ്സിലാക്കി. എന്തൊക്കെ തരത്തിലുള്ള മാർഗദർശനത്തെ സംബന്ധിച്ചാണ് നമ്മളിവിടെ തിരിച്ചറിയുന്നത്? പ്രകൃതിയാ ലഭിക്കുന്ന മാർഗദർശനം, അത് സാധാരണ എല്ലാ ജീവജാലങ്ങൾക്കുമുള്ള
ഒരു പിന്നെ മാർഗദർശനമാണ്. ജീവജാലങ്ങൾക്കുള്ള ഇൻസ്റ്റിക്റ്റ് എന്ന് പറയുന്ന ഒരു സഹജമായ ഓരോന്നിനുമുള്ള ഒരു 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 വാസനകൾ, അതിലുള്ള കഴിവുകൾ, മനുഷ്യർക്കുള്ള വിവേകം, പ്രവാചകന്മാരിലൂടെ ലഭിക്കുന്ന വെളിപാടുകൾ, അതേപോലെ ഭൗതികവും ആത്മീയവുമായ എല്ലാ തരത്തിലുള്ള മാർഗദർശനവും, ഇങ്ങനെ പല നിലക്കും നമുക്ക് ഈ ഹിദായത്തിനെ വ്യാഖ്യാനിക്കാവുന്നതാണ് എന്ന് നമുക്കിവിടെ കണ്ടെത്താൻ സാധിക്കുന്നതാണ്. ഇനി ഈ സഹജവാസനകളെ സംബന്ധിച്ചുള്ള ഒരു ചെറിയൊരു നോട്ട് ഇവിടെ പിന്നെ പങ്കുവെക്കുന്നുണ്ട്. നിങ്ങൾക്ക് നോട്ട്സ് വായിച്ചാൽ മനസ്സിലാക്കുന്നതാണ് സാധിക്കുന്നതാണ്. എന്താണ് സഹജവാസനകൾ എന്ന്, ആ സഹജവാസനകളുടെ പ്രത്യേകതകൾ എന്താണ് എന്ന്, അത് സഹജവാസനകൾ എന്ന് പറഞ്ഞാൽ എന്താണ്, അതുകൊണ്ടുള്ള ഓരോ ജീവജാലങ്ങൾക്കുള്ള ഉപകാരങ്ങൾ എന്താണ്, അതിന്റെ പ്രാധാന്യം എന്താണ് എന്നൊക്കെ വിശദീകരിക്കുന്ന ഒരു കാര്യം, ചില സംഗതികൾ നോട്ട്സിൽ പങ്കുവെച്ചിട്ടുണ്ട്. ഞാൻ ആ ഭാഗത്തേക്ക് കൂടുതൽ പോകുന്നില്ല. നമ്മൾ പറഞ്ഞല്ലോ, ഒരു തേനീച്ചയുടെ ജീവിതം മാത്രം എടുത്ത് പരിശോധിച്ചു നോക്കിയാൽ മതി എന്ന്. നിങ്ങൾക്ക് വേണമെങ്കിൽ വേറെ ഏതെങ്കിലും ജീവജാലങ്ങളെ ഉദാഹരണത്തിന് കൊണ്ടുവരാം. അതിന്റെ സൃഷ്ടിപ്പിന് അള്ളാഹു തന്നെ പരിശുദ്ധ ഖുർആനിൽ പരിചയപ്പെടുത്തിയത് വളരെ ചെറിയ ഒരു ചെറിയ ജീവി, അതിന്റെ ശരീരത്തിലുള്ള ചുവപ്പും കറുപ്പും കലർന്ന മങ്ങിയ വരകൾ, എന്നിട്ട് അതിന് വലിയ വലിയ കൂമ്പാരങ്ങൾ ഉണ്ടാക്കാൻ, ആ ചെറിയ ജീവിക്ക് വലിയ വലിയ കൂമ്പാരങ്ങൾ ഉണ്ടാക്കാനുള്ള കഴിവ്, എന്നിട്ട് അതിന് പിന്നെ മനുഷ്യന് ഏറ്റവും ഉപകാരപ്രദമായ ഭക്ഷണ ഒരു പാനീയം അത് നിർമ്മിക്കാനുള്ള കഴിവ്, തേൻ എവിടെയാണ് ഉള്ളത് എന്ന് കണ്ടെത്താനുള്ള അതിന്റെ കഴിവ്, പാട്ടുകൾ വഴിയുള്ള അതിന്റെ കമ്മ്യൂണിക്കേഷൻ, എന്നൊക്കെ പറഞ്ഞില്ല. തേനീച്ചക്ക് നാം വഹ്യ് നൽകി എന്നാണ്. ഈ പറഞ്ഞ സഹജവാസന, ആ ഹിദായത്ത് നൽകിയതിനെ സംബന്ധിച്ച് ഖുർആൻ അവിടെ എടുത്തു പറഞ്ഞിരിക്കുന്നത് അതിന് വഹ്യ് നൽകി എന്നാണ്. അതിന്റെ സൃഷ്ടിപ്പായിട്ട് അതിന്റെ സൃഷ്ടിയെ എടുത്തു നോക്കുകയാണെങ്കിൽ അതിന്റെ ചിറകുകൾ, വളരെ ചെറിയ ഭാരം, അതിനെ പറക്കാൻ പറ്റുന്ന രൂപത്തിലുള്ള അതിന്റെ പിന്നെ ശരീരത്തിലുള്ള സൗകര്യങ്ങൾ, അങ്ങനെ ഓരോ കാര്യങ്ങളും നമ്മുടെ തേനീച്ചയുടെ വിവിധ വശങ്ങളുടെ അതിന്റെ സൃഷ്ടിപ്പും അതിന്റെ നിർദ്ദേശവുമായി ഈ രണ്ട് സംഗതികളെ നമ്മൾ ബന്ധപ്പെടുത്തി സംസാരിക്കുമ്പോൾ മഹാത്ഭുതങ്ങൾ നമുക്ക് അവിടെ കാണാൻ സാധിക്കുന്നില്ല. തീർച്ചയായിട്ടും ഏതായിരുന്നാലും ഇങ്ങനെ ഒരു മറുപടി മൂസാ നബി അലൈഹിസ്സലാം കൊടുത്തപ്പോ സ്വാഭാവികമായിട്ടും അതിന് ഒരു മറുചോദ്യം ഫറോവയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകേണ്ടതാണ്, അല്ലെങ്കിൽ അതിന്റെ എന്തെങ്കിലും വിശദാംശങ്ങളിലേക്കുള്ള ഒരു ചോദ്യം അവിടെ രൂപപ്പെടേണ്ടതാണ്. പക്ഷെ അങ്ങനെ ഒരു ചോദ്യം ഉണ്ടായില്ല, ചോദിക്കാനൊന്നും ഉണ്ടായില്ല, ചോദിക്കാനുള്ള ഒരു സംഗതിയും ഫറോവയുടെ അടുക്കൽ പോലും ഉണ്ടായില്ല. അങ്ങനെ ഒരു സൃഷ്ടിപ്പും ഒരു സംവിധാനവും ഒരു മാർഗദർശനവും നൽകുന്ന ആളല്ല താനെന്ന് മനസ്സിലാക്കിയിട്ട് അവിടെ മറ്റൊരു ചോദ്യത്തിലേക്ക്, ഒരു രാഷ്ട്രീയപരമായ ഒരു കടന്നാക്രമണത്തിലേക്ക് ഫറോവ തിരിയുന്നതാണ് അടുത്ത ആയത്തുകളിലായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. അപ്പൊ രണ്ടാമത്തെ ചോദ്യം, ഫറോവയുടെ രണ്ടാമത്തെ ചോദ്യം, قال فما بال القرون الأولى قال علمها عند ربي في كتاب لا يضل ربي ولا ينسى قال فما بال القرون الأولى قال علمها عند ربي في كتاب لا يضل ربي ولا ينسى. അവൻ പറഞ്ഞു, അപ്പോൾ മുൻ തലമുറകളുടെ അവസ്ഥ എന്താണ്? അദ്ദേഹം പറഞ്ഞു, അവരെ സംബന്ധിച്ചുള്ള അറിവ് എന്റെ രക്ഷിതാവിൽ ഒരു രേഖയിലുണ്ട്. എന്റെ രക്ഷിതാവ് പിഴച്ചു പോകുകയില്ല, അവൻ മറന്നു പോകുകയുമില്ല. ലായതില്ലു, പിഴച്ചു പോവുകയില്ല, വലായൻസ, മറന്നു പോവുകയുമില്ല. ബാല് എന്താണ് എന്നാണ് ചോദ്യം. ബാല് എന്ന് പറഞ്ഞാൽ എന്താണ് കണ്ടീഷൻ, എന്താണ് അവസ്ഥ എന്നാണ് ചോദ്യം. ബാലു എന്ന് പറഞ്ഞാൽ അവസ്ഥ, ബാലു എന്ന് പറഞ്ഞാലും അവസ്ഥ എന്ന് തന്നെയാണ്. പക്ഷെ അതിൽ നിന്ന് വ്യത്യസ്തമായ ഒരു പദമാണ്.
അവരുടെ മരിച്ചുപോയ പഴയ തലമുറയുടെ ഒക്കെ ആ കഴിഞ്ഞുപോയ പ്രീവിയസ് ജനറേഷൻസ് അവരുടെ കണ്ടീഷൻ എന്താ, അവരൊക്കെ സ്വർഗത്തിലാണോ നരകത്തിലാണോ അല്ലെങ്കിൽ എന്താണ് അവരുടെ അവസ്ഥ എന്ന് ഞങ്ങൾക്ക് അറിയാൻ താല്പര്യമുണ്ട്. ഇവിടെ ഇതുമായിട്ട് ബന്ധപ്പെട്ട മൂസാ നബി പറഞ്ഞതുമായി ബന്ധപ്പെട്ട യാതൊരു ബന്ധവും ഇല്ലാത്തൊരു ചോദ്യമാണ് ചോദിക്കുന്നത്. അത് ചോദിക്കുന്നത് എന്താണ്, ആ പഴയ കാലക്കാരൊക്കെ പിഴച്ചവരാണ് എന്ന് മൂസാ നബി അലൈഹി ഇസ്ലാം മറുപടി പറഞ്ഞ ജനങ്ങളെ അത് മുഖേന ഇളക്കി വിടാമല്ലോ എന്ന ധാരണയിലായിരിക്കാം ഫറോ അങ്ങനെ പറയുന്നത് എന്നാണ് മനസ്സിലാക്കേണ്ടത്. അപ്പൊ ഏതായിരുന്നാലും ഈ ആയത്തിന്റെ വിശദീകരണങ്ങളിലേക്ക് നമ്മൾ സമയമുള്ളതിനനുസരിച്ച് പോകും. കാരണം നമ്മുടെ ഈ സമയമായി കഴിഞ്ഞാൽ ഇത് കട്ടാകും. കട്ടായി കഴിഞ്ഞാൽ ഇൻഷാ അല്ലാഹ് ക്ലാസ് അവസാനിക്കുന്നതാണ് എന്ന് നിങ്ങൾ കരുതാൻ. പിന്നീട് ക്ലാസ് ഉണ്ടാവില്ല. അത് ഫ്രീ ആയിട്ടുള്ള സൂമാണ് ഇപ്പൊ ഉപയോഗിക്കുന്നത്, നമ്മുടെ ഫീൽഡല്ല, അതുകൊണ്ടാണ് കട്ടാവുന്നത്. അപ്പൊ അതിലുള്ള വാക്കിന്റെ അർത്ഥം വമാ എന്താണ്, എന്ത്, ചോദ്യം ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു പദാണ്. ബാലുൻ സ്ഥിതി, അവസ്ഥ, കാര്യം, ഗതി. ഒരാളുടെയോ ഒരു കൂട്ടം ആളുകളുടെയോ അല്ലെങ്കിൽ ഒരു വിഷയത്തിന്റെയോ നിലവിലെ അവസ്ഥയെക്കുറിച്ചോ പ്രാധാന്യത്തെക്കുറിച്ചോ ചോദിക്കാൻ ഉപയോഗിക്കുന്നത് മാ ലക്ക, മാ ബാലുക്ക എന്നൊക്കെ ചോദിക്കും. മാ ബാലുക്ക എന്ന് ചോദിച്ചാൽ നിനക്കെന്ത് പറ്റി, നിന്റെ പ്രശ്നം എന്താണ് എന്നൊക്കെ അർത്ഥത്തിലുള്ള ഒരു ചോദ്യമാണ് മാ ബാലുൻ, മാ ബാലുൻ എന്ന രൂപത്തിൽ ഇവിടെ ചോദിച്ചിരിക്കുന്നത്. അൽ ഖുറൂൻ എന്നാൽ തലമുറ. ഖുറൂൻ എന്നത് ഖർനിൻ എന്നതിന്റെ ബഹുവചനമാണ്. ഖർൻ എന്ന് പറഞ്ഞാൽ കൊമ്പ്, ഒരു പ്രത്യേക കാലഘട്ടം, നൂറ്റാണ്ട്, തലമുറ എന്നൊക്കെ അർത്ഥമുള്ള ഒരു പദാണ് ഖർനൻ എന്നുള്ളത്. അതിന്റെ ബഹുവചനമാണ് ഖുറൂൻ എന്ന് ഉള്ളത്. ഖുറൂനി എന്ന് പറഞ്ഞിരിക്കുന്നു. അൽ ഊല ആദ്യത്തെ, മുമ്പുള്ള, പൗരാണികമായ എന്നർത്ഥത്തിൽ. ഊല എന്നത് അവൽ, ഒന്നാമത്തെ എന്നതിന്റെ സ്ത്രീലിംഗ ബഹുവചന രൂപമാണ് നമ്മുടെ അൽ ഖുറൂൻ. അൽ ഖുറൂൻ എന്നത് വ്യാകരണപരമായി സ്ത്രീലിംഗ ബഹുവചനമായി പരിഗണിക്കപ്പെടുന്നതിലാണ് അതിനെ അതുകൊണ്ടാണ് അൽ ഊല എന്നത് അവൽ എന്നതിന്റെ സ്ത്രീലിംഗ രൂപത്തിൽ അൽ ഊല എന്ന രൂപത്തിൽ ഉപയോഗിച്ചിരിക്കുന്നത്. പറയുന്ന മറുപടിയിൽ നമ്മൾ കാണുന്നത് അതിന്റെ അറിവ്, അതിനെക്കുറിച്ചുള്ള ജ്ഞാനം. ഇൽമുൻ അറിവ്, അതൊരു ഇസ്മാണ്. അതേപോലെ ഇന്ദ അടുക്കൽ, സന്നിധിയിൽ, പക്കൽ എന്നൊക്കെ അർത്ഥത്തിലുള്ള ഒരു സ്ഥാനത്തെ കുറിക്കുന്ന ഒരു അവ്യയമാണ് ലർഫ് മക്കാൻ എന്ന് പറയാ. ഇന്ദ ലാ യദില്ലു, അവൻ വഴിതെറ്റുകയില്ല, അവന് പിഴവ് സംഭവിക്കുകയില്ല, അവന് നഷ്ടപ്പെടുകയില്ല. യദില്ലു നല്ല, യദില്ലു നല്ല, യദില്ലു. ലാ യൻസ, അവൻ മറക്കുകയില്ല. യൻസ മറക്കുന്നു. നസിയ മറന്നു. നസിയ യൻസ മറക്കുന്നു. ലാ യൻസ. അപ്പൊ അള്ളാഹു പിഴവ് പറ്റുകയില്ല, അള്ളാഹുവിന് മറവി സംഭവിക്കുകയും ഇല്ല എന്ന്. അപ്പൊ ഈ ചോദ്യം ഫറോവക്ക് അറിവ് നേടാനുള്ളതാണോ, അറിയാത്തോണ്ടുള്ള ചോദ്യമാണോ? അല്ല, മറിച്ച് വെല്ലുവിളിക്കാനും കുതർക്കം ഉന്നയിക്കാനുള്ളതാണ് ഈ ചോദ്യം. ഇതിന് സാധാരണ പറയേ അൽ ഇസ്തിഫ്ഹാം അൽ ഇൻകാരി എന്നാ പറയാ, അല്ലെങ്കിൽ അൽ ഇസ്തിഫ്ഹാം തഅജീസി എന്ന് പറയുന്ന തരത്തിലുള്ള ഒരു ചോദ്യമാണ്. ഇസ്തിഫ്ഹാം എന്ന ചോദ്യം എന്നാണ്, ഒരു ഇൻകാരിയായ ചോദ്യമാണ്, അറിവ് നേടാനുള്ള ചോദ്യമല്ല. വെല്ലുവിളിക്കാൻ, കുതർക്കം നടത്താനൊക്കെയുള്ള ചോദ്യത്തിന് ആ ചോദ്യമാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. അപ്പൊ ഏതാണ് ചോദിക്കുന്ന ചോദ്യം, ഏതാണ്, ഏത് തരത്തിലുള്ളതാണ് എന്നുള്ള അതിനനുസരിച്ച് വേണം മറുപടി ക്രമീകരിക്കേണ്ടത് എന്നാണ് ഇവിടെ പഠിപ്പിക്കപ്പെടുന്നത്. അവരുടെ സ്ഥിതി എന്താണ് എന്ന് ചോദിക്കുന്നതിലൂടെ അവരുടെ വിശ്വാസം, അവരുടെ കർമ്മങ്ങൾ, അവരുടെ പരലോകത്തിലെ അവസ്ഥ എന്നൊക്കെ കുറിച്ചുള്ള ഒരു സമഗ്രമായ ചോദ്യമാണ് ഫറോവ ഇവിടെ ഉന്നയിച്ചിരിക്കുന്നത്. അവർ എവിടെ പോയി എന്നതിനേക്കാൾ ആഴമുള്ള ഒരു ചോദ്യമാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. പഴയകാല സമുദായക്കാരൊക്കെ എവിടെ പോയി
എന്നതിനേക്കാളൊക്കെ ഗൗരവമുള്ള ഒരു ചോദ്യം ആണ് ഇവിടെ ഫറോവ രണ്ടാമതായിട്ട് ഉന്നയിച്ചിരിക്കുന്നത്. ആദ്യ തലമുറകൾ എന്ന പ്രയോഗം തങ്ങളുടെ പൂർവികർ പിന്തുടർന്നു പോകുന്ന ആചാരങ്ങളെയും നമ്മൾ പറഞ്ഞു വിശ്വാസങ്ങളെയും മുറുകെ പിടിക്കുന്ന ഒരു സമൂഹത്തിൽ പുതിയ സന്ദേശവുമായി വരുന്ന പ്രവാചകന്മാർ സാധാരണയായി നേരിടേണ്ടി വരുന്ന ഒരു വെല്ലുവിളിയാണ്. എല്ലാ പ്രവാചകന്മാരോടും ഇതേപോലുള്ള ചോദ്യങ്ങൾ ആ കാലഘട്ടത്തിലുള്ള ആളുകൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഞങ്ങളുടെ പൂർവികർ ഇങ്ങനെയായിരുന്നില്ലല്ലോ എന്ന ഒരു വാദം പലപ്പോഴും ഉന്നയിക്കാറുണ്ട്. അല്ലെങ്കിൽ അവർ ചെയ്തു വരുന്ന കാര്യങ്ങളാണല്ലോ ഞങ്ങൾ ചെയ്തു വരുന്നത് എന്ന് അവർ പലപ്പോഴും പറയാറുണ്ട്. അപ്പൊ ഇതിന് വളരെ കൃത്യവും വളരെ ഖണ്ഡിതവുമായ ഒരു മറുപടി ഇവിടെയും മൂസാ നബി അലൈഹിസ്സലാം കൊടുക്കുന്നുണ്ട്. വളരെ പ്രസക്തമായ ഒരു മറുപടിയാണ് ഇത്. എന്താണ് ആ മറുപടി? ഖാല ഇൽമുഹാ ഇൻദ റബ്ബി ഫീ കിതാബ് ലാ യദില്ലു റബ്ബി വലാ യൻസ. ആ കാര്യങ്ങൾ, അത്തരത്തിലുള്ള കാര്യങ്ങൾ എന്റെ റബ്ബിന്റെ അടുക്കലുണ്ട് എന്ന് മാത്രമല്ല ഫീ കിതാബിൻ, ഒരു കിതാബിലുള്ളത്. അതും മാത്രല്ല യാ ലാ യദില്ലു റബ്ബി വലാ യൻസ, അവന് പിഴവൊന്നും സംഭവിക്കൂല, അവന് മറന്നു പോവുകയില്ല. ഇത്ര കൃത്യമായിട്ട് ആർക്കാ മറുപടി പറയാൻ കഴിയ? എനിക്ക് കാര്യത്തിൽ അറിവില്ല. മൂസാ നബി പറയുന്നത് ആ കാര്യം പറയാൻ ഞാൻ ആളല്ല, എനിക്കക്കാര്യത്തിൽ അറിവില്ല. എന്നാൽ എല്ലാം അറിയുന്ന, പിഴവുകളോ മറവിയോ സംഭവിക്കാത്ത ഒരു രക്ഷിതാവുണ്ട്. ആ രക്ഷിതാവ് അവന്റെ പ്രത്യേകമായ ഒരു കിതാബിൽ ആ കാര്യങ്ങൾ സൂക്ഷിച്ചിട്ടുണ്ട് എന്ന്. ഇവിടെ തൗഹീദിന്റെ ഒരു പ്രഖ്യാപനം കൂടെയുണ്ട്. അള്ളാഹുവിന്റെ ഏകത്വവും അവന്റെ സമ്പൂർണമായ ജ്ഞാനവും അവന്റെ കഴിവും ഇവിടെ പ്രഖ്യാപിക്കപ്പെടുന്നുണ്ട്. റബ്ബി എന്ന് പറയുമ്പോ എന്റെ രക്ഷിതാവ് എന്ന് അദ്ദേഹം ആവർത്തിക്കുന്നത് മൂസാ നബി അലൈഹിസ്സലാമയുടെ ദൃഢമായ ഒരു വിശ്വാസം, അള്ളാഹുവിനുള്ള സമർപ്പണം. റബ്ബി, എന്റെ റബ്ബ് എന്ന് പറയുമ്പോ അദ്ദേഹത്തിന് കിട്ടുന്ന ഒരു ആശ്വാസമുണ്ട്. ആ സമാശ്വാസത്തിന്റെ വചനമായിട്ടാണ് മൂസാ നബി അലൈഹിസ്സലാം ഇങ്ങനൊരു സംസാരം നടത്തുന്നത്. നമ്മൾ പറഞ്ഞല്ലോ ഈ കിതാബിൽ, ഒരു കിതാബിലുണ്ട് എന്ന പ്രയോഗം വളരെ അർത്ഥവത്താണ്. ഒരു ഗ്രന്ഥത്തിൽ എന്ന് പറഞ്ഞത് അള്ളാഹുവിന്റെ ജ്ഞാനം കൃത്യമായി രേഖപ്പെടുത്തി വെക്കുന്നുണ്ട്, യാതൊരു മാറ്റത്തിരുത്തലുകൾക്കും വിധേയമല്ലാത്തതാണ് എന്ന് സൂചിപ്പിക്കുകയാണ്. അള്ളാഹു ഇതെല്ലാം അറിയാം, പക്ഷെ അള്ളാഹു ചെയ്ത മറ്റൊരു സംവിധാനം ഇവിടെ ഓരോന്നും കൃത്യമായി രേഖപ്പെടുത്തപ്പെടുന്നുണ്ട് എന്നാണ്. അതിന് യാതൊരു മാറ്റത്തിരുത്തലുകൾക്കും യാതൊരു തരത്തിലുള്ള കൂട്ടിച്ചേർക്കലുകൾക്കും ഇടവരുത്താത്ത വിധം സുഭദ്രമായി കൃത്യമായി അതെല്ലാം അള്ളാഹു സൂക്ഷിക്കുകയും ചെയ്തിട്ടുണ്ട് എന്നുള്ള ഒരു കാര്യം കൂടിയാണ് മൂസാ നബി അലൈഹി സ്വലാം ഇത് എടുത്തു പറയുന്നത്. മനുഷ്യരുടെ ഓർമ്മശക്തിയുടെയും രേഖപ്പെടുത്തലിന്റെയും പരിമിതികളെ മറികടക്കുന്ന പടച്ചവന്റെ കൃത്യതയെ ഇവിടെ സൂചിപ്പിക്കുകയാണ്. മനുഷ്യൻ അവന്റെ ഓർമ്മശക്തി, അവൻ പിന്നെ പല കാര്യങ്ങളും രേഖപ്പെടുത്തുന്നുണ്ട്. അതേപോലെയുള്ള സംഗതിയാണ് ഇവിടെ. അല്ല, അള്ളാഹു ഓരോ കാര്യങ്ങളും കൃത്യമായി രേഖപ്പെടുത്തുന്നു എന്ന് പറഞ്ഞാൽ പടച്ചവന്റെ കാര്യങ്ങൾ വളരെ കൃത്യമാണ്. അതിൽ യാതൊരു തരത്തിലുള്ള മാറ്റത്തിരുത്തലുകൾക്കും അവസരം ഒരിക്കലും ഉണ്ടാവുകയില്ല എന്ന് സൂചിപ്പിക്കുകയാണ്. ഇവിടെ അവസാനം പറഞ്ഞ ലാ യദില്ലു വലാ യൻസ, വഴിതെറ്റുകയുമില്ല മറക്കുകയുമില്ല എന്നത് അറബി ഭാഷയിലെ ഒരു പ്രത്യേക പ്രയോഗമാണ്. അള്ളാഹുവിന്റെ ജ്ഞാനത്തിന്റെ സമ്പൂർണമായ ഒരു ശക്തിയായി ഇവിടെ ഓർമ്മപ്പെടുത്തുകയാണ്. ഒന്നിനു പുറകെ ഒന്നായി വരുന്ന ഈ നിഷേധ രൂപങ്ങളുണ്ടല്ലോ, മറക്കുകയില്ല, വഴിതെറ്റുകയുമില്ല, മറക്കുകയുമില്ല എന്ന് ഇങ്ങനെ ഈ ഒരു ഒന്നിനു പുറകെ മറ്റൊന്ന് ഒന്നായി വരുന്ന വീണ്ടും ഇങ്ങനെ പറയുന്ന ഈ നിഷേധ രൂപങ്ങൾ അറബി സാഹിത്യത്തില് പ്രത്യേകമായ ഒരു സൗന്ദര്യ പ്രയോഗം കൂടിയാണ് എന്ന് ഈ അവസരത്തിൽ നമ്മൾ മനസ്സിലാക്കുക. ഇവിടെ മനുഷ്യന്റെ അറിവിന്റെ പരിമിതി മനുഷ്യൻ സമ്മതിക്കേണ്ടതുണ്ട്. മനുഷ്യന്റെ ഓർമ്മശക്തി, അവന്റെ പരിമിതമായ അവന്റെ കഴിവുകൾ മനുഷ്യ തീർച്ചയായും അംഗീകരിക്കേണ്ടതുണ്ട്.
മൂസാ നബി അലൈഹി ഇസ്ലാം പോലും തന്റെ അറിവിന്റെ പരിമിതി സംബന്ധിച്ചുകൊണ്ട് എന്റെ കഴിവിൽപ്പെട്ടതല്ല ഇതൊന്നും എന്ന് അദ്ദേഹം അവിടെ പ്രഖ്യാപിക്കുകയാണ്. അതിന് അദ്ദേഹത്തിന് യാതൊരു മടിയുമില്ല. ഞാനൊരു പ്രവാചകനാണ്, പക്ഷെ അത്തരം കാര്യങ്ങൾ സംസാരിക്കാൻ ഞാൻ ആളല്ല എന്നുള്ള നിലക്ക് മൂസാ നബി അലൈഹി ഇസ്ലാം ഇവിടെ സംസാരിക്കുന്നതായിട്ട് കാണുന്നു നമ്മൾ. ഖാല ഇൽമുഹാ ഇൻദ റബ്ബി ഫീ കിതാബ് ലാ യുദില്ലു റബ്ബി വലാ യൻസാ. ഈ ഒരു ആയത്ത് അള്ളാഹുവിന്റെ നീതിയെ സംബന്ധിച്ച്, അവന്റെ കൃത്യനിഷ്ഠ, അവന്റെ സർവജ്ഞം, അവന്റെ സർവജ്ഞത, അല്ലെങ്കിൽ അവന്റെ ഇൽമ് എല്ലാറ്റിനെ സംബന്ധിച്ചും നമ്മളെ ബോധ്യപ്പെടുത്തുന്ന ഒരു സംഗതിയാണ്. പടച്ചോൻ ഒരു കാരണവശാലും ഒരാളോട് അനീതി ചെയ്യില്ലട്ടോ. കഴിഞ്ഞുപോയ തലമുറകളാണെങ്കിലും ഇന്ന് ജീവിച്ചിരിക്കുന്നവരാണെങ്കിലും ആരോടും തന്നെ തീരെ ലവലേശം അനീതി ചെയ്യാത്ത ആളാണ് കേട്ടോ റബ്ബ് എന്ന പടച്ചവന്റെ ആ നീതിപൂർവം പടച്ചവൻ വിധി നടത്തുന്നതിനെ സംബന്ധിച്ചും ഈ ആയത്തിൽ സൂചനകൾ നമുക്ക് കണ്ടെത്താൻ സാധിക്കുന്നതാണ്. ഇനി അതിന്റെ വളരെ വിപുലമായ ഒരു വിശദീകരണത്തിലേക്ക്, റബ്ബ് ആരാണ്, ആ റബ്ബ് ഒന്നും മറക്കൂല, എല്ലാം റബ്ബിന്റെ അടുക്കലാണ്, ഇത് സംബന്ധിച്ചുള്ള വിശദമായ കാര്യങ്ങളെന്ന് സൂചിപ്പിച്ചതിന് ശേഷം പിന്നീട് മൂസാ നബി അലൈഹിസ്സലാം ആ റബ്ബിനെ പരിചയപ്പെടുത്തുന്ന ഏറ്റവും പ്രസക്തമായ വളരെ ഗംഭീരമായ വിശദീകരണങ്ങൾ ആവശ്യമുള്ള ആയത്തുകളിലേക്കാണ് നമ്മൾ ഇൻഷാ അല്ലാഹ് കടന്നു പോകുന്നത്. അത് അടുത്ത ആഴ്ചയിലാകാം എന്ന് കരുതുന്നു. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ.